ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. സൗദിയിൽ സ്വദേശീവൽക്കരണ നടപടികൾ കടുപ്പിക്കുന്നു. ഡെവലപ്പർ നിതാഖത്ത് പദ്ധതിയുടെ പുതിയ ഘട്ടം പ്രഖ്യാപിച്ചു. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാകും. സൗദി അറേബ്യയിലെ സ്വകാര്യ മേഖലയിൽ ഡെവലപ്പർ നിതാഖാത്ത് പദ്ധതിയുടെ പുതിയ ഘട്ടം മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പ്രഖ്യാപിച്ചു. 2026 മുതൽ 2029 വരെയുള്ള 3 വർഷത്തിനുള്ളിൽ സ്വദേശികൾക്കായി 3,40,000 പുതിയ തൊഴിലവസരങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും. ഇതോടെ വിദേശികൾക്ക് അത്രയും അവസരങ്ങൾ നഷ്ടമാകും. സൗദി വിഷൻ 2030ന്റെ ഭാഗമായി തൊഴിൽ വിപണിയിൽ സ്വദേശികളുടെ പങ്കാളിത്തം ഉറപ്പാക്കലാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വദേശി ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന നിതാഖാത്ത് പദ്ധതിയുടെ ഏറ്റവും പുതിയ പതിപ്പാണ് വരാനിരിക്കുന്നത്. ഇടത്തരം വൻകിട സ്ഥാപനങ്ങളിലെ പ്രവാസി ജീവനക്കാരെ പുതിയ പദ്ധതി വലിയ തോതിൽ ബാധിക്കും. 2021 പദ്ധതിയുടെ ആദ്യഘട്ടങ്ങൾ ആരംഭിച്ചതു മുതൽ ഇതുവരെ 5.5 ലക്ഷം സ്വദേശികൾക്ക് സ്വകാര്യ മേഖലയിൽ ജോലി നൽകാൻ സാധിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. പുതിയ ഘട്ടത്തിലൂടെ കൂടുതൽ സ്വദേശികൾക്ക് ജോലി നൽകാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകത്തെ ഏറ്റവും വേഗതയേറിയ മൊബൈൽ ഇന്റർനെറ്റ് സേവനം ലഭ്യമാകുന്ന വിനോദസഞ്ചാര നഗരമായി ദോഹ തിരഞ്ഞെടുക്കപ്പെട്ടു. ലോകമെമ്പാടുമുള്ള പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ഇന്റർനെറ്റ് പ്രകടനം വിലയിരുത്തിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. പ്രമുഖ മൊബൈൽ ഡാറ്റ വിദഗ്ധരായ ഹോളോഫൈലെ 2026 പുറത്തുവിട്ട ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടിലാണ് ഖത്തർ തലസ്ഥാനമായ ദോഹ ഈ അഭിമാനകരമായ നേട്ടം കൈവരിച്ചത്. ലോകമെമ്പാടുമുള്ള പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ഇന്റർനെറ്റ് പ്രകടനം വിലയിരുത്തിയാണ് ഈ പട്ടിക തയ്യാറാക്കിയത്. ദോഹയിലെ ശരാശരി മൊബൈൽ ഡൗൺലോഡ് വേഗത സെക്കൻഡിൽ 354.5 Mbps ആയിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്റർനെറ്റ് വേഗതയുടെ കാര്യത്തിൽ ദോഹ അയൽ നഗരങ്ങളായ ദുബായ്, അബുദാബി എന്നിവയെ പിന്നിലാക്കിയാണ് ആഗോളതലത്തിൽ ഒന്നാമതെത്തിയത്. ഖത്തർ വിഷൻ 2030ന്റെ ഭാഗമായി രാജ്യത്ത് നടപ്പിലാക്കിയ അത്യാധുനിക 5G നെറ്റ്വർക്ക് വിന്യാസവും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലെ വൻതോതിലുള്ള നിക്ഷേപവുമാണ് ഈ നേട്ടത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ. ഡിജിറ്റൽ രംഗത്തെ ഈ കുതിച്ചുചാട്ടം ഒരു സ്മാർട്ട് സിറ്റി എന്ന നിലയിൽ ദോഹയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുകയും നിക്ഷേപങ്ങൾക്കും വിനോദസഞ്ചാര വികസനത്തിനും ഉണർവേകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോക സാമ്പത്തിക ഫോറത്തിന്റെ നിർണായക ആഗോള ഉച്ചകോടി സൗദി അറേബ്യയിൽ നടക്കും. ഏപ്രിൽ 22-23 തീയതികളിൽ ജിദ്ദയിലാണ് ഉച്ചകോടി നടക്കുക. ലോക സാമ്പത്തിക ഫോറത്തിന്റെ നിർണായക ആഗോള ഉച്ചകോടി സൗദി അറേബ്യയിൽ ഏപ്രിൽ 22-23 തീയതികളിൽ നടക്കും. ആഗോള സഹകരണവും വളർച്ചയുമെന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം. ലോകത്തിലെ വികസിത രാജ്യങ്ങളും വളർന്നുവരുന്ന സമ്പദ് വ്യവസ്ഥകളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുകയാണ് ലക്ഷ്യം. ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക യോഗത്തിലാണ് സൗദി സാമ്പത്തിക ആസൂത്രണ മന്ത്രി ഫൈസൽ അൽ ഇബ്രാഹിം ഈ വിവരം വെളിപ്പെടുത്തിയത്. ആഗോള സാമ്പത്തിക രംഗത്ത് സൗദിയുടെ സ്വാധീനം വർദ്ധിച്ചുവരികയാണെന്ന് മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.